41 വയസ്സ് എനിക്കുണ്ട്. ജനിച്ച അന്ന് മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തിലും ആദർശത്തിലും നിൽക്കുന്നത്. ഇന്ന് വരെ ഒരു ജാറത്തിങ്കൽ ഞാൻ പോയിട്ടില്ല, ഒരു മക്കബറയിലേക്ക് കയറി പ്രാർത്ഥിച്ചിട്ടില്ല, അള്ളാഹു അല്ലാത്ത ഒരാളെ നേരെ സഹായം ഞാൻ ചോദിച്ചിട്ടില്ല, ഒരു മൗലൂദിന്റെ ഒരു അക്ഷരം ഞാൻ പാടിയിട്ടില്ല. പാടിയിട്ടുണ്ട്, അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കാം, പിന്നെ അതൊന്ന് രണ്ടുപേരി പഠിച്ചു പാടിയതാ. ഒരു മൗലൂദിന്റെ സദസ്സിൽ ഞാൻ ഇരുന്നിട്ടില്ല, ഒരാണ്ടിന് ഞാൻ പോയിട്ടില്ല, ഒരു കത്തപ്പര കെട്ടാൻ ഞാൻ പോയിട്ടില്ല, മരിച്ചൊരാളുടെ തലക്കും ഭാഗത്ത് നിന്ന് ഒരു യാസീൻ പോട്ടെ ഒരായത്ത് ഞാൻ ഓതിയിട്ടില്ല. ഏതെങ്കിലും ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ജാഥ പോലെ തക്ബീർ ഞാൻ വിളിച്ചിട്ടില്ല. കാരണം വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, എന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചതല്ല. ഉണ്ടെന്ന് ആരെങ്കിലും സ്ഥാപിക്കാൻ പറ്റിയാൽ സ്വഹീഹായ രേഖപ്പെടുത്തലുകളിൽ അതുണ്ടെന്ന് പറയാൻ പറ്റണം. റസൂലുള്ളാഹിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തക്ബീർ വിളിച്ചതാരാ? സിദ്ദീഖുൽ അക്ബറോ, ഉമർ ഇബ്നുൽ ഖത്താബോ, ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ടവരോ, ലക്ഷക്കണക്കിന് സഹാബത്തോ? അതിന്റെ തൊട്ടു മുൻപ് വഫാത്തായ മരണപ്പെട്ടു പോയ ഖദീജ ബീവിന്റെ മയ്യത്ത് കൊണ്ടുപോയി മറമാടുമ്പം അള്ളാന്റെ പ്രവാചകൻ എവിടെയാ കത്തപ്പര കെട്ടിയത്? അള്ളാന്റെ റസൂൽ മദീനത്തെ പള്ളിന്റെ വലതുഭാഗത്തുള്ള ഇടതുഭാഗത്തുള്ള ബഖീഉൽ അർഖദിൽ എവിടെയാ കത്തപ്പര കെട്ടിയത്? ഏത് മയ്യത്തിന്റെ, ഏത് സഹാബത്തിന്റെ മയ്യത്തിന്റെ തലക്കും ഭാഗത്തുനിന്ന റസൂലുള്ള യാസീൻ ഓതിയത്? ഇതൊന്നുമില്ലെങ്കിൽ, ആ പ്രവാചകൻ പഠിപ്പിച്ച മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെനിക്കും അനുവദനീയമല്ല. അള്ളാന്റെ ഹബീബിനെക്കാളും വലിയ ഔലിയാക്കളൊന്നും ഭൂലോകത്ത് വന്നിട്ടില്ല. അഷ്റഫുൽ ഹൽക്കായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹുവിനെ സ്നേഹിച്ചൊരു വ്യക്തിയും ഈ ഭൂലോകത്ത് കഴിഞ്ഞുപോയിട്ടില്ല.